എറണാകുളത്ത് അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന കുട്ടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ പ്രതിയായ ബന്ധുവിന്റെ കസ്റ്റഡി ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ നൽകും. 5 ദിവസത്തെ കസ്റ്റഡിയാണ് സംഘം ആവശ്യപ്പെടുക. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ശേഷം കുട്ടിയുടെ അമ്മയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് അമ്മ. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പീഡന വിവരം അറിയില്ല എന്നായിരുന്നു അമ്മയുടെ മൊഴി. എന്നാൽ അന്വേഷണ സംഘം ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. 4 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന ഞെട്ടിക്കുന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് അമ്മയുടെ മൊഴി പുറത്തുവരുന്നത്. കുട്ടിയെ കൊല ചെയ്യാനുള്ള സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിലായിരുന്നു അമ്മയുടെ മറുപടി. കുഞ്ഞിനെ കൊലപ്പെടുത്തണമെന്ന് പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്നാണ് അമ്മ പറഞ്ഞത്. എന്നാൽ പീഡന വിവരം ഇവർ അറിഞ്ഞിരുന്നില്ല. ഭർത്താവിന്റെ വീട്ടുകാരോടും കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. ദേഷ്യം തീർക്കാനാണ് കുട്ടിയെ കൊന്നതെന്ന് അമ്മ മൊഴി നൽകിയിരിക്കുന്നത്. അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവുണ്ടെന്നും മകളുടെ കാര്യം നോക്കാൻ പോലും പ്രാപ്തിക്കുറവുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. കുട്ടിയുടെ അച്ഛന്റെ സഹോദരനായ പ്രതി നിലവിൽ റിമാൻഡിലാണ്. കോലഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മൂവാറ്റുപുഴ സബ് ജയിലിലേക്കാണ് മാറ്റിയത്. പ്രതിയുടെ അറസ്റ്റ് പുത്തൻകുരിശ് പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പോക്സോ ബാലനീതി വകുപ്പാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 1.5 വർഷമായി കുഞ്ഞിനെ പീഡിപ്പിച്ചിരുന്നതായി ഇയാൾ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ അമ്മ കൊലപ്പെടുത്തിയ ദിവസം പ്രതി പീഡനത്തിന് ഇരയാക്കിയിരുന്നു. 1.5 വയസ്സ് മുതൽ പീഡിപ്പിക്കാൻ തുടങ്ങി. നീല ചിത്രങ്ങൾ കണ്ടതിന് ശേഷമായിരുന്നു പീഡനമെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കേസിൽ പ്രതിയായ അമ്മയെ മുഴുകുളം പാലത്തിൽ എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാലത്തിന്റെ മധ്യഭാഗത്ത് എത്തുന്നതിന് മുൻപ് ഇവിടെ വെച്ചാണ് മകളെ പുഴയിലേക്ക് എറിഞ്ഞതെന്ന് പോലീസിനോട് മൊഴി നൽകിയിട്ടുണ്ട് അമ്മ. കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ നാട്ടുകാർ അടക്കം 100ഓളം പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. പോക്സോ കേസ് അടക്കം ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ പ്രതിയുടെ മുഖം മറച്ചാണ് പോലീസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കണക്കിലെടുക്കാതെ നാട്ടുകാർ അവരുടെ മുഖം കാണണമെന്നടക്കം ആവശ്യപ്പെട്ട് രോഷാകുലരായി. നാട്ടുകാരുടെ പ്രതിഷേധമടക്കം കണക്കിലെടുത്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തെളിവെടുപ്പ് പൂർത്തിയാക്കിയത്. പിന്നീട് തിരിച്ചു പോരുകയുമായിരുന്നു. പാലത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കുഞ്ഞിനെ എറിഞ്ഞത് എന്ന കാര്യത്തിലുള്ള വ്യക്തതയാണ് പ്രതി കാണിച്ചു തന്നത്. യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് അവർ വന്നതെന്ന് നാട്ടുകാർ പറയുന്നു. അവളെ മുന്നിൽ കിട്ടിയാൽ കൊന്നുകളയുമെന്നും അടിച്ചു ശരിയാക്കുമെന്നുമാണ് രോഷാകുലരായ നാട്ടുകാർ പറഞ്ഞത്. പാലത്തിന്റെ മധ്യഭാഗത്ത് വെച്ചാണ് കുട്ടിയെ താഴേക്ക് പുഴയിലേക്ക് ഇട്ടതെന്നും സ്ത്രീയുടെ മൊഴി. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ തെളിവെടുപ്പിനായി കൊണ്ടുവന്നിരുന്നത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടത് മരണത്തിന് 20 മണിക്കൂർ മുൻപ് ആണെന്നും റിപ്പോർട്ടുണ്ട്. ഫോറൻസിക് സർജനാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കുട്ടിയുടെ സംസ്കാരത്തിന് ശേഷം പോലീസ് ഇയാളെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പീഡനം നടന്ന സമയത്ത് വീട്ടിൽ ഉണ്ടായിരുന്നത് ഇയാൾ മാത്രമാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ മുറിയിൽ ഉണ്ടായിരുന്ന ബെഡ്ഷീറ്റും ധരിച്ച വസ്ത്രങ്ങളും അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പ്രതിയെ നിരീക്ഷിക്കാനായി മാത്രം 20ലേറെ പോലീസുകാരെയാണ് നിയോഗിച്ചിരുന്നത്. കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് പിന്നാലെയാണ് ഇയാളെ പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങിയത്. പിന്നീട് പുത്തൻകുരിശ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിന് ശേഷമാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളുടെ പിതാവ് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എല്ലാവരും ആശുപത്രിയിലേക്ക് പോയിരുന്നു. ഈ സമയത്ത് വീട്ടിൽ പ്രതി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പോലീസ് കണ്ടെത്തി. ആദ്യം വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്ത ശേഷം പ്രതി രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കണ്ടാണ് നിരീക്ഷണത്തിനായി 20 പോലീസുകാരെ നിയോഗിച്ചത്.